നമുക്ക് നല്ലൊരു പൊട്ടറ്റോ ഒഴിച്ചുകറി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രഷർ കുക്കറിൽ ഓയിൽ ചൂടാക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ലതുപോലെ സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതുപോലെ സോഫ്റ്റായി തുടങ്ങിയ സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. 4 ഉരുളക്കിഴങ്ങിന് 2 മീഡിയം സൈസ് തക്കാളി എന്ന അളവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രഷറെല്ലാം പോയതിന് ശേഷം മൂടിയെല്ലാം തുറന്ന് നോക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തവിയുടെ പിൻവശം വെച്ച് കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇത്രയും ചെയ്ത് 5 മിനിറ്റ് നേരം കൂടെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോറിനും ചപ്പാത്തിക്കും എല്ലാം അടിപൊളി സൈഡ് ഡിഷ് ആയിട്ടുള്ള പൊട്ടറ്റോ ഒഴിച്ചുകറി റെഡി.